അത് നല്ല തടിച്ച റെഡ് കളറുള്ള ചുണ്ട്. അതെന്താ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ പാടില്ലേ? ഡേ നിന്ന് ഛർദിക്കുന്ന ചുണ്ടിൽ ഉമ്മ വെച്ചാൽ കൊള്ളില്ലേ? എനിക്ക് ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചുണ്ടാണ്. സിഗരറ്റ് വലിക്കാൻ പാടില്ല അവര്. ഇന്ന് കത്തിക്ക് വേണോ? സിഗരറ്റ് വലിക്കാൻ പാടില്ല. സിഗരറ്റ് വലിക്കാണ്ട് നല്ല ഇളം ചുണ്ട്. നല്ല ഇളം ചുണ്ട്, തടിച്ച ചുണ്ട്, കുഞ്ഞു ചുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ പിടിക്കണം, ഇങ്ങോട്ട് ഇങ്ങനെ. അതിന് യോഗം വേണം. ബിജിക്ക് അതിന് ചുണ്ട് കടിക്കാൻ മാത്രമില്ല. എടാ ഈ ചുണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചിക്ക ആൾക്ക് വലിയ വലിയ നല്ല നല്ല കമണ് മൂട്ടിട്ട് ചുണ്ടിലാണ് ഉമ്മ വെക്കേണ്ടത്. അത് മിക്കവാറും ആൾക്കാർക്കും അറിയില്ല. ചുണ്ട് എനിക്ക് ചുണ്ടിൽ ഭയങ്കര. മറിയയും കുഞ്ഞാടും വെൽക്കം. എനിക്ക് ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല തടിച്ച ചുണ്ടായിരിക്കണം. മീൻസ് ഇങ്ങനെ അങ്ങനത്തെ ചുണ്ടല്ല, ഇളം ചുണ്ട്. അതായത് സിഗരറ്റ് വലിക്കാൻ പാടില്ല അവര്. മറുക് എനിക്ക് ഒരുപാടുണ്ട്. മറുക് 1, 2, 3, 4, പിന്നെ ഇവിടെ 5, 6, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് 7, പിന്നെ ഇതാ ഇവിടെ 8, പിന്നെ 9, ഇവിടെയുണ്ട് 10, 11, 12, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് 13. അയ്യോ കാണിച്ചാൻ പറ്റില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെയുണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്. ഫ്രണ്ടിൽ കൃത്യ സ്ഥലത്ത് അതിൻ്റെ ഫ്രണ്ടില് ആ കൃത്യ സ്ഥലത്ത് ഒരു മറുകുണ്ട്. ആ പോയിന്റ് തന്നെ ഒരു മറുകുണ്ട്. ഉണ്ട് നിശാദ്. അവിടെ 2 ഉണ്ട്. അവിടെയുണ്ട്, ആ സെൻട്രൽ പോയിന്റിലും ഉണ്ട് മറുക്. മറുക് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടത്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. എൻ്റെ മോലേമ ഒരെണ്ണമുണ്ട്. മറുകിൻ്റെ ആശാത്തി തന്നെ. മറുക് ഇഷ്ടം പോലെ ഉണ്ട്. ശരീരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് മറുകുണ്ട്. ഇവിടെയൊക്കെ കുഞ്ഞതല്ലേ, ഇവിടെ മാത്രം വലിയ മറുക്. ഇത്ര പക്ഷെ നല്ല രസമാണ് മറുക് കാണാൻ. മറുകുണ്ട്. മറുകില്ലാതെ സാമാനം എൻ്റെ അല്ലേ, ഓർത്ത് വെച്ചോണം. ഏതെങ്കിലും ലേഡീസുണ്ട് സാമാനം പൊക്കി പിടിച്ചിട്ട് ബിജിഡ എന്ന് പറയാൻ നിൽക്കരുത്. ബിജിഡയിൽ മറുകുണ്ട്. ഓക്കെ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഏതെങ്കിലും ആൾക്കാർ എവിടെയെങ്കിലും സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻ കാർഡോ കിട്ടിയിട്ട് ഇത് ബിജിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ. റെക്കോർഡ് എടുത്തോ. ബിജിഡയിലാണെങ്കിൽ മറുകുണ്ട്. ഓക്കെ, അത് കാണേണ്ട. നിങ്ങൾ അങ്ങനെ പറയാ, തെളിവ് വേണം. മറുക് കളയാനുള്ള ലാസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. മറുക് കളയരുത് പെണ്ണുങ്ങളുടെ ദേഹത്ത്. എടോ സൂപ്പർമാൻ, ദൈവം തരുന്ന ശരീരം, ദൈവം തരുന്ന ഭംഗി, ദൈവം തരുന്ന എല്ലാം നമുക്കതങ്ങനെ. നമ്മൾ ജനിക്കുമ്പോഴേ ഇതൊന്നും കണ്ടിട്ടല്ല വരുന്നത്. ദൈവം നമുക്കൊരു നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഓരോരോ ഷേപ്പുകളും ഓരോരോ ഇത് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക. അതുമേ നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ കുറെ സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് ആരെ കാണിക്കാനാ? നമുക്കൊരു ഭർത്താവോ നമുക്കൊരു കാമോ നമുക്കത് പോരെ? വൃത്തിയായിട്ടാണ് നിന്റെ തല. ഈ മാങ്ങാണ്ടി വെച്ച് ഞാൻ എറിഞ്ഞാൻ പൊട്ടിക്കും. വീവണ്ണേ, നിന്നെങ്ങനെ എൻ്റെ കൈ കിട്ടിയ ഈ തേങ്ങ വെച്ച് നിന്റെ തലമണിനെ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. പോ, ഉണ്ടൂല നിന്നെ. ഓടല്ലേ, നിന്നെ കാണിച്ചു തരാടാ. നീ നിന്നെ കുളിപ്പിച്ചരാടാ. അയ്യോ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് അടുക്കില്ല. ആത്മാർത്ഥതാ. മറുകുള്ള സ്ക്രീൻ റെക്കോർഡ് ഞാൻ കണ്ടു ചേച്ചി. അപ്പോൾ അത് ചേച്ചിയാണോ?
ഓ മൈരാസ് എനിക്ക് 3 4 ഒക്കെ ഉണ്ട്. ആടാ വീവണ്ണേ ചിരിക്കല്ലേ വൃത്തിയായിട്ടവനെ. നീ ഒരു ഓളയാടാ വീവണ്ണേ. കോയൻ ബോക്സ് കാണുന്നില്ല ബിജി, കോയിൻ ബോക്സ് കാണുന്നില്ലേ? ഈ കോയിൻ ബോക്സ് കാണിച്ചിട്ട് പിന്നെ മഴ ഇപ്പം എടുത്ത് കാണിച്ചു കേട്ടോ. ഞാൻ ഇവിടെ കോയിൻ ബോക്സ് കാണിച്ചാലും എന്ത് കാണിച്ചാലും എന്നെ വിട്ടു പോണില്ല. ഞാൻ എന്താക്കാനാ? അയ്യോ അയ്യോ. ഇനി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്ത് സൂം ചെയ്ത് നോക്കും. മറക്കാണോ മറുകുണ്ടോ എന്ന്. ഗെയിം കളിക്കാനോ? പകൽ ടൈം വാങ്ങിക്കുന്നു ഞാൻ തോക്കാനാ, എൻ്റെ കുളിസിയും കാണാനാ ഒക്കെ വിടുന്നു. ഈ ടിക്ടോക്ക് ഏറ്റവും കൂടുതൽ തോക്കാൻ വിധിയുള്ളത് വിച്ചേച്ചി മാത്രമേ ഉള്ളൂ. ആ തണ്ടറേട്ടനൊക്കെ ഉണ്ടായ സമയത്ത് ആ സൂപ്പ് ഉണ്ടായ സമയത്ത് എനിക്ക് അത്രയെങ്കിലും ജയിക്കായിരുന്നു. ഇതിപ്പോൾ ഫുൾ ടൈം തോൽവി മാത്രമേ ഉള്ളൂ. മയില് നീ 5 മിനിറ്റ് മിണ്ടാതിരി, ഞാനൊന്ന് വാണം വിട്ടോട്ടെ. എന്താ നിന്റെ പേര്? ഷെരീഫേ നൈരേ കുനിഞ്ഞിരുന്ന് മൂഞ്ച് മിണ്ടാണ്ട് നിന്ന് വാണം വിട്ടോട്ടെ. ഞാൻ എന്താ മിണ്ടിയ വാണം പോവില്ലേ? അല്ല ഞാൻ മിണ്ടിയ വാണം പോവില്ല. എന്നാ കലപില നാറി തേണ്ടി പട്ടിച്ചട്ടി നാറി വൃത്തിയാട്ടവനെ ഊളെ നായിന്റെ മോനെ നിന്റെ ആൻറ്റി താന്നുപോയി. വൃത്തിയാട്ടവനെ അയ്യോ ആൻറ്റി മിണ്ടാതിരിക്കും ഞാൻ വാണം വിട്ടോട്ടെ. ഇപ്പൊ വാണം വിട കൂത്തിച്ചിട്ടുണ്ടായ മയിലേ പോടോ വൃത്തിയാട്ടവനെ. ഞാൻ കണ്ടില്ല, മറുക് കാണിച്ചു തരുമോ? എൻ്റെ മറുക് കാണാൻ നിനക്ക് യോഗമില്ല മോനെ. ഈ വീവണ്ണൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് മസാജ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? പേര് പറയാഞ്ഞിട്ടോ. വീവണ്ണ നീ എങ്ങാനും എൻ്റെ അടുത്ത് മസാജിന് വന്നിട്ടുണ്ടോടാ? പറയാൻ പറ്റൂ, ഇവരൊക്കെ ദുബായിക്കാരാണേ. നമുക്കറിയില്ലല്ലോ ഇവര് ഗിഫ്റ്റർമാരാണോ അല്ലയോ എന്നൊന്നും. ചിലപ്പോൾ വീവണ്ണൊക്കെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് മസാജ് വന്നിട്ടുണ്ടോ പേര് മാറ്റി പറഞ്ഞിട്ട്? നമുക്കറിയില്ലല്ലോ. അയ്യോ ഞാൻ വീവണ്ണാണെന്ന് ആരെങ്കിലും പറയുമോ മസാജിന്? പേടിച്ചിട്ട് പറയാൻ പറ്റൂല. പറയാൻ പറ്റൂലേ, നമുക്കറിയില്ലല്ലോ. ഇവരൊക്കെ ഫേക്ക് ഐഡിയൊക്കെ എടുത്തിട്ട് ഓരോ ഗിഫ്റ്റർമാരൊക്കെ പേര് വന്നു. ചിലപ്പോൾ ഇവന്മാരൊക്കെ മസാജ് വന്നിട്ടുണ്ടെങ്കിലോ? എടാ വീവണ്ണേ കമ്പിയായി. ഹാപ്പി സൺഡേ CMS. V1 മിണ്ടരുത്. V1ന്റെ കുണ്ടി ഉണ്ടായിരിക്കും. അവൻ ഫുള്ളും തോപ്പിക്കുന്നതാണ്.